അടുത്തത് ബൈ റിഡക്ഷൻ ഓഫ് അമൈഡ് എന്ന് കേട്ടോ. ബൈ റിഡക്ഷൻ ഓഫ് അമൈഡ്. ബൈ റിഡക്ഷൻ ഓഫ് അമൈഡ് അതായത് സി ഡബിൾ ബോണ്ടോ NH2. ബോർഡിൽ കാണുന്നുണ്ടോ? സി ഡബിൾ ബോണ്ടോ NH2. ഏറോ മാർക്കിനുള്ളിൽ 4H എഴുതുക. എത്ര H? 4H. ഈ ഓക്സിജനും ഈ 2H കൂടെ വാട്ടറാവും, -H2 ആവും. എന്നിട്ട് ആ ഓക്സിജൻ പോയ സ്ഥലത്ത് 2H വരും. അപ്പോൾ CH2 NH2 ആവും. എഴുതിയോ? അപ്പോൾ സി ഡബിൾ ബോണ്ടോ NH2 4H എഴുതുക, -H2 O CH2 NH2. ഈ എക്സാമ്പിൾ എഴുതിക്കോ. CH3CO NH2 എഴുതി. ഞാൻ പറയുന്ന സമയത്ത് തന്നെ എഴുതിയേ. CH3CO NH2. ഇത് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുക. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് LiAlH4 കിട്ടിയില്ലേ? അപ്പോൾ CH3CO NH2. ഏറോ മാർക്കിൻ്റെ മുകളിൽ എന്താണ്? എത്തനമൈഡ് ബ്രാക്കറ്റിൽ അസറ്റമൈഡ്. എത്തനമൈഡ് ബ്രാക്കറ്റിൽ കോമൺ നെയിം എന്താ? അസറ്റമൈഡ്. ഓക്കെ. ഏറോ മാർക്കിനുള്ളിൽ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് LiAlH4 എഴുതുക. പ്രോഡക്റ്റ് CH3CH2 NH2. CH3CH2 NH2. എത്തനമീൻ. എന്താ പേര്? എത്തനമീൻ അല്ലെങ്കിൽ ഈഥൈലമീൻ. കോമൺ നെയിം എന്താണ്? ഈഥൈലമീൻ. അതൊന്നുമില്ല. CH3CO NH2 എന്തായി മാറി? CO എന്നില്ല, CH2 നോക്കിയാൽ മതി. അപ്പോൾ CH3CH2 NH2. ക്ലിയർ? ഇനി അടുത്ത് നോക്കിയേ. CH3CH2CO NH2 1 2 3 പ്രൊപ്പനമൈഡ്. എന്താ പേര്? പ്രൊപ്പനമൈഡ്. ഇനി പ്രോഡക്റ്റ് എഴുതുമ്പോൾ LiAlH4 എന്ന് എഴുതുക. ഈ CO എന്നില്ല, CH2 ആക്കുക. പ്രോഡക്റ്റ് പറഞ്ഞേ. CH3CH2 NH2 എന്ന് പറഞ്ഞേ. CH3CH2 NH2. അത് പ്രൊപ്പാൻ വണ്ണമീൻ. എന്താ പേര്? പ്രൊപ്പാൻ വണ്ണമീൻ അല്ലെങ്കിൽ പ്രൊപ്പൈലമീൻ. N-പ്രൊപ്പൈലമീൻ കേട്ടോ. N-പ്രൊപ്പൈലമീൻ. ഇനി C6H5CO NH2. അതിൻ്റെ പേര് ബെൻസമൈഡ് എന്നാണ്. C6H5CO NH2ൻ്റെ പേരെന്താ? ബെൻസമൈഡ് അല്ലെങ്കിൽ ഓർന്നത് ഓർ ബെൻസീൻ റിംഗ് CO NH2. ബെൻസീൻ റിംഗ് CO NH2. ഏറോ മാർക്കിൻ്റെ മുകളിൽ LiAlH4 എന്ന് എഴുതുക. LiAlH4. എന്നിട്ട് എന്താ പ്രോഡക്റ്റ് കിട്ടുക? C6H5CH2 NH2. എന്താ കിട്ടുക? C6H5CH2 NH2 അല്ലെങ്കിൽ എന്താ കിട്ടുക? ബെൻസീൻ റിംഗ് CH2 NH2 ഓർ ബെൻസീൻ റിംഗ് CH2 NH2. ഇതിൻ്റെ പേര് ബെൻസൈലമീൻ എന്നല്ലേ? C6H5CH2 ഗ്രൂപ്പിൻ്റെ പേരെന്താ? ബെൻസൈൽ. അപ്പോൾ ബെൻസൈലമീൻ. അതിൻ്റെ IUPAC നെയിം നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫിനൈൽ മെത്തനമീൻ. എന്താ പേര്? ഫിനൈൽ മെത്തനമീൻ. യെസ്. അടുത്തത് റിഡക്ഷൻ ഓഫ് സയനൈഡ് എന്ന് പറയാം. റിഡക്ഷൻ ഓഫ് സയനൈഡ്. സയനൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് നിങ്ങൾക്ക് അന്ന് ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. C ട്രിപ്പിൾ ബോണ്ട് N ആദ്യം വേണ്ട, ടോട്ടൽ 4H ചേർത്താൽ മതി. ഇവിടെ 2H, ഇവിടെ 2H പറഞ്ഞേ. CH2 NH2. ഇതാണ് കംപ്ലീറ്റ് റിഡക്ഷൻ. ഇത് ഞാൻ അന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സ്റ്റീഫൻ റിഡക്ഷൻ ചെയ്യുന്നതിനിടയിൽ ഞാൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട. സയനൈഡ് റെഡ്യൂസ് ചെയ്യുമ്പോൾ CH2 NH2 ആക്കിയാൽ മതി. ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സോഡിയം അമാൽഗം ആൻഡ് ആൽക്കഹോൾ. സോഡിയം അമാൽഗം പ്ലസ് ആൽക്കഹോൾ. ഇതൊന്ന്. 2 ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. ഇത് രണ്ടോ ടെക്സ്റ്റ് പറയുന്നത്. വേണമെങ്കിൽ H2 ബാർ PD PT ഓർ നിക്കൽ ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം കേട്ടോ. ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം പ്ലാറ്റിനം ഓർ നിക്കൽ ഇതിലേതൊക്കെ ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ചാൽ സയനൈഡ് എന്തായി മാറും? പ്രൈമറി അമീനായി മാറും. നേരിട്ട് കാർബണിൻ്റെ എണ്ണം കുറയാതെ സയനൈഡ് പ്രൈമറി അമീനായി മാറും കേട്ടോ. എക്സാമ്പിൾ ഞാൻ ബോർഡിൽ എഴുതുന്നു, അതേ സമയത്ത് തന്നെ എഴുതിയെടുക്കണം. CH3CN. CH3CN എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ കോമൺ നെയിമാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ സാധനം. അസറ്റോനൈട്രൈൽ. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അസറ്റോനൈട്രൈൽ കേട്ടില്ലേ? പേരും അന്നേരം ഓർമ്മ വരണം. അസറ്റോനൈട്രൈൽ. IUPAC നെയിം ആകുമ്പോൾ 1 2 ഈഥൈൻ നൈട്രൈൽ. ETHANE എഴുതിയിട്ട് നൈട്രൈൽ എഴുതുക. ഈഥൈൻ നൈട്രൈൽ കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് പറഞ്ഞേ. സോഡിയം അമാൽഗം ആൻഡ് ആൽക്കഹോൾ. ഏതെങ്കിലും ഒരു ആൽക്കഹോൾ C2H5OH ആയിക്കോട്ടെ. പ്രോഡക്റ്റ് പറഞ്ഞേ. നിങ്ങൾക്ക് തന്നെ എഴുതിക്കൂടെ? CH3CH2 NH2. എത്തനമീൻ അല്ലെങ്കിൽ ഈഥൈലമീൻ. പ്രൈമറി അമീൻ കിട്ടി. എന്താ പ്രത്യേകത? കാർബണിൻ്റെ എണ്ണം എത്രയുണ്ടോ അതേ കാർബൺ അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ നോക്ക്. ഇനി നിങ്ങൾ അതേ സമയത്ത് ഏത് വേറൊരു കോമ്പൗണ്ട് CH3CH2CN ആണെങ്കിലോ? CH3CH2CN പറ. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് പറഞ്ഞേ. പ്രോഡക്റ്റ് പറഞ്ഞേ. CH3 പറയുന്ന സമയത്ത് തന്നെ എഴുതുമെന്ന് വിചാരിക്കുന്നു. CH2 NH2. ഇത് പ്രൊപ്പാൻ വണ്ണമീൻ. പ്രൊപ്പാൻ വണ്ണമീൻ. ക്ലിയർ ആയില്ലേ? ഇത് പ്രൊപ്പെയിൻ നൈട്രൈൽ. 1 2 3 പ്രൊപ്പെയിൻ നൈട്രൈലാണിത്. മറ്റേത് ഞാൻ ആദ്യം എഴുതുന്നില്ല, കുറേ പ്രാവശ്യം എഴുതി. പ്രൊപ്പാൻ വണ്ണമീൻ കിട്ടിയോ? ഇനി ബെൻസീൻ റിങ് CO NH2. ബെൻസമൈഡ്. എന്താ പേര്? ബെൻസമൈഡ്.
ബെൻസമൈഡ് അല്ല നമുക്ക് വേണ്ടത്. ബെൻസീൻ റിംഗ് സി എൻ അല്ലേ വേണ്ടത്? പറയും. ബെൻസീൻ റിംഗ് CN. ബെൻസോനൈട്രൈൽ BNZONITRILE ബെൻസോനൈട്രൈൽ. അതിന് വേണമെങ്കിൽ C6H5CN എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി എയറോ മാർക്കിൻ്റെ മുകളിൽ ഏതെങ്കിലും ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡോ ഏതെങ്കിലും പറയും. ഏതെങ്കിലും പറഞ്ഞാൽ ഇപ്പം എഴുതിയ 3 ഏതെങ്കിലും ഒന്ന്. ആദ്യത്തെ 2 ടെക്സ്റ്റ് ബുക്കിലുള്ളത്. LALH4 പൊട്ടിച്ച് പറഞ്ഞേ. ബെൻസീൻ റിങ് പറയൂ. CN എന്തായി മാറും? CH2NH2. അല്ലെങ്കിൽ എന്ത് എഴുതാം? C6H5CH2NH2. കോമ്പൗണ്ടിൻ്റെ പേര് കുറേ തവണയായി ഞാൻ പറയുന്നത്. ബെൻസൈൽ അമീൻ അല്ലെങ്കിൽ ഫിനൈൽ മെത്തനമീൻ. ബെൻസൈൽ അമീൻ അല്ലെങ്കിൽ ഫിനൈൽ മെത്തനമീൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷനാണ്. എഴുതിക്കോ. ഹോഫ്മാൻ HOFMAN ഹോഫ്മാൻ എഴുതിയില്ലേ? ബ്രോമമൈഡ് BROMAMID ബ്രോമമൈഡ്. ഹോഫ്മാൻ ബ്രോമൈഡ്. അടുത്ത റിയാക്ഷൻ ശ്രദ്ധിക്കുക. ഹോഫ്മാൻ ബ്രോമമൈഡ് HOFMANN BROMAMIDE ബ്രോമൈഡ് റിയാക്ഷൻ. ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷൻ. എല്ലാ റിയാക്ഷൻസ് ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെ. ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ഒന്നും പറയാത്തത്. കാരണം നിങ്ങൾ അന്നേരം അത് മാത്രം പഠിക്കും. ഓക്കെ, ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ മെക്കാനിസം ഇപ്പോൾ ആവശ്യമുള്ള ഈ ലെവലിൽ ആവശ്യമില്ല. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ റിയാക്ഷൻ എഴുതാൻ എളുപ്പമാണ്. ഒരു അമൈഡ് RCONH2 അല്ലേ അമൈഡ്. ഈ അമൈഡ് എന്ത് ചെയ്യുന്നു? ഒരു ബ്രോമിനും ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ബ്രോമിനും ആൽക്കലി NaOH അല്ലെങ്കിൽ KOH റിയാക്ട് ചെയ്യുമ്പോൾ ഈ RCONH2 എന്നുള്ളത് അതിൽ ഈ CO റിമൂവ് ചെയ്യും. CO അവിടുന്ന് മിസ്സാവും. CO മിസ്സായി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവുക? RNH2. ഇങ്ങനെ കഴിച്ചാൽ മതി. R ഉണ്ട്, CO ഉണ്ട്, NH2 ഉണ്ട്. ബ്രോമിനും ആൽക്കലിയും ചേർത്തപ്പോൾ ഈ CO മിസ്സായി കേട്ടോ. ആ മിസ്സായ CO പിന്നീട് കണ്ടെത്തുമ്പോൾ അതെന്തോ ആയി മാറി കേട്ടോ. അതായത് CO3 ആയി മാറി. കാർബണേറ്റ്. COൻ്റെ കൂടെ 2 ഓക്സിജനൊക്കെ വന്നിട്ട് എക്സ്ട്രാ വന്ന് CO3 ഒക്കെ ആയി മാറി കേട്ടോ. അപ്പോൾ CO റിമൂവ് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആയിട്ടില്ല, കാർബണേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു പറ? -Na2CO3 എഴുതും. -Na2CO3 സോഡിയം കാർബണേറ്റ്. അത് KOH ആണ് എഴുതുന്നതെങ്കിൽ -K2CO3 എഴുതിയാൽ മതി കേട്ടോ. RNH2. അപ്പോൾ അമൈഡ് എന്തായി മാറി? പ്രൈമറി അമീനായി മാറി. ക്ലിയർ ആയോ? ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഓർഗാനിക് കെമിസ്ട്രി. കാരണം ഇതിൽ എത്ര കാർബൺ ഉണ്ടോ അതിലൊരു കാർബൺ കുറവുള്ള അമീൻ പ്രൈമറി അമീൻ ആയിട്ടല്ലേ. നേരത്തെ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു സയനൈഡിൽ നിന്ന് പ്രൈമറി അമീൻ ഉണ്ടാക്കുമ്പോൾ അതേ കാർബൺ. ക്ലിയർ ആയോ? അപ്പോൾ ഇത് സീരീസിൽ നിന്ന് ഡിസെൻഡ് ചെയ്യാൻ വേണ്ടി, ഡിസെൻഡിങ് ദി സീരീസ് എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ സീരീസിൽ കാർബണിൻ്റെ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റിയാക്ഷനാണ് കേട്ടോ. വാട്ട് ഈസ് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ എന്ന് എഴുതി എല്ലാവരും. വാട്ട് ഈസ് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ? When an amide is treated with bromine and alkali, ബ്രാക്കറ്റിൽ NaOH or KOH എഴുതിയോ? treated with bromine and alkali, ബ്രാക്കറ്റിൽ NaOH or KOH. A primary amine with 1 carbon less than the amide is formed. അല്ലേ? ഒന്നുകൂടെ പറഞ്ഞുതരാം. When an amide is treated with bromine and alkali, ബ്രാക്കറ്റിൽ NaOH or KOH, a primary amine with 1 carbon less than the amide is formed. A primary amine with 1 carbon less than the amide is formed. This reaction is called Hofmann bromamide reaction.
ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. എഴുതിയോ? എന്നിട്ട് ഈ ജനറൽ റിയാക്ഷൻ എഴുതുക. RCONH2 എയറോ മാർക്കിൻ്റെ ഉള്ളിൽ Br2 + NaOH, Br2 + NaOH, താഴെ -Na2CO3. അത് ഞാൻ എഴുതിത്തരാം, ഞാൻ വിട്ടുപോയതാണ്. എന്തായിട്ടാണ് കാർബൺ മോണോക്സൈഡ് CO റിമൂവ് ചെയ്യുന്നത്, കാർബൺ എന്തായിട്ടാണ് റിമൂവ് ചെയ്യുന്നത് എഴുതാൻ വിട്ടുപോയി. കാർബണേറ്റ് ആയിട്ടാണ് അല്ലേ? അപ്പോൾ Br2 + NaOH, താഴെ -Na2CO3 gives RNH2. താഴെ പ്രൈമറി അമീൻ. RNH2 താഴെ പ്രൈമറി അമീൻ. എഴുതിയോ? ഇനി എന്താ ചെയ്യേണ്ടത്? വേണമെങ്കിൽ ഒരു സെൻറ്റൻസ് കൂടെ എഴുതിക്കോ. ഇൻ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ, എഴുതിയോ? In Hofmann bromide reaction, carbon is eliminated as carbonate bracket CO3 2-. Carbon is eliminated as carbonate bracket CO3 2-. എഴുതിയോ? എക്സാമ്പിൾ ഞാൻ പറയുന്ന സമയത്ത് തന്നെ എഴുതണം. CH3CONH2. ഇതിൻ്റെ എല്ലാ പേരും പല പ്രാവശ്യം എഴുതുന്നുണ്ട്. എത്തനമൈഡ് അല്ലെങ്കിൽ അസറ്റമൈഡ്. ഞാൻ ഇനി പറയുന്നില്ല, ഞാൻ ഇതിൽ എഴുതിപ്പോയി, അതുകൊണ്ടാണ്. CH3CONH2 പേര് എത്തനമൈഡ് അല്ലെങ്കിൽ അസറ്റമൈഡ്. എയറോ മാർക്കിൻ്റെ മുകളിൽ Br2 + NaOH -Na2CO3. പ്രോഡക്റ്റ് പറഞ്ഞേ CH3NH2. മീഥൈൽ അമീൻ പഠിച്ചില്ലേ? അപ്പോൾ പരീക്ഷ ചോദിക്കും മീഥൈൽ അമീൻ. ഹൗ വിൽ യു കൺവേർട്ട് അസറ്റമൈഡ് ടു മീഥൈൽ അമീൻ? അത് കോമൺ നെയിം. അല്ലെങ്കിൽ എത്തനമൈഡ് ടു മെത്തനമീൻ. അത് പറയുന്ന സമയത്തല്ലേ എത്തനമൈഡിൽ 2 കാർബൺ, മെത്തനമീനിൽ 1 കാർബൺ. കേട്ടോ? അപ്പോൾ ഈ റിയാക്ഷൻ എഴുതി വെക്കണം. കൺവേർഷൻ ഓരോന്നായിട്ട് ഞാൻ പറയുന്നുണ്ട്, അത് എഴുതണം. ഹൗ വിൽ യു കൺവേർട്ട് എത്തനമൈഡ് ടു മെത്തനമീൻ? ഇനി അടുത്തത് ഇതാണെങ്കിലോ CH3CH2CONH2. എന്താ CH3CH2CONH2? പ്രൊപ്പനമൈഡ്. Br2 + NaOH എന്ന് പറഞ്ഞാൽ ഞാൻ KOH എഴുതാം. പ്രോഡക്റ്റ് പറഞ്ഞേ -K2CO3 എഴുതാം. പ്രോഡക്റ്റ് CH3CH2NH2. കിട്ടിയോ? അപ്പോൾ എന്താ? പ്രൊപ്പനമൈഡ് ഇത്, അത് എത്തനമീൻ. ഈഥൈലമീൻ അല്ലെങ്കിൽ എത്തനമീൻ. കേട്ടോ? പ്രൊപ്പനമൈഡ്, എത്തനമീൻ അല്ലെങ്കിൽ ഈഥൈലമീൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് കൺവേർഷൻ. ഹൗ വിൽ യു കൺവേർട്ട് പ്രൊപ്പനമൈഡ് ടു എത്തനമീൻ? ഇനി അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് കിട്ടേണ്ട കോമ്പൗണ്ട് ഏതാണ്? പ്രൊപ്പനമീനാണ്. അങ്ങനെയാണെങ്കിൽ ഏത് അമൈഡ് ഉപയോഗിക്കും? പറഞ്ഞേ. ഗീവ് ദി നെയിം ഓഫ് ദി അമൈഡ്. ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് പ്രൊപ്പനമീൻ ബൈ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. എഴുതിയോ? ഗീവ് ദി നെയിം ഓഫ് ദി അമൈഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് പ്രൊപ്പനമീൻ ബൈ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. അപ്പോൾ എന്താ അർത്ഥം? പ്രൊപ്പനമൈൻ കിട്ടണമെങ്കിൽ ബ്യൂട്ടനമൈഡ് ഉപയോഗിക്കണം. അപ്പോൾ ആൻസർ ബ്യൂട്ടനമൈഡ്. CH2CONH2 ബ്യൂട്ടനമൈഡ്. കിട്ടിയോ? ബ്യൂട്ടനമൈഡിൻ്റെ റിയാക്ഷൻ Br2 + NaOH അല്ലെങ്കിൽ KOH, NaOH അതും ഇത് NaOH -Na2CO3. പ്രോഡക്റ്റ് പറഞ്ഞേ CH3 പറയും CH2NH2. അതുപോലെ നിങ്ങൾക്ക് അനിലിൻ പ്രിപ്പയർ ചെയ്യണം. അനിലിൻ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് NH2 അല്ല അനിലിൻ. അപ്പോൾ അത് അതിൻ്റെ അമൈഡ് ഏതായിരിക്കും? NH2നും ബെൻസീൻ റിങ്ങിനും ഇടയ്ക്ക് CO കൊടുത്തേ. അപ്പോൾ ബെൻസീൻ റിംഗ് CONH2. എന്താ ബെൻസീൻ റിംഗ് CONH2 പേര്? ബെൻസീൻ റിംഗ് CONH2 അല്ലെങ്കിൽ C6H5CONH2 പേരെന്താ? ബെൻസമൈഡ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഗീവ് ദി നെയിം ഓഫ് ദി അമൈഡ് for the preparation of aniline. Give the name of the amide for the preparation of aniline by Hofmann bromide reaction. എഴുതിയോ? അപ്പോൾ ഇതാ ബെൻസീൻ റിംഗ് CONH2 or C6H5CONH2. ഉത്തരം ബെൻസീൻ റിംഗ് CONH2 or C6H5CONH2. പേര് ബെൻസമൈഡ്. ഇനി Br2 + ഇനി OH- ചെയ്താൽ മതി കേട്ടോ. OH- എഴുതി കഴിഞ്ഞാൽ -CO3 2-. അതിലെഴുതുണ്ട് കേട്ടോ. അതായത് NaOH ആണെങ്കിൽ Na2CO3, KOH ആണെങ്കിൽ K2CO3. ഇനി Br2 + OH- ആണെങ്കിൽ -CO3 2-. പോരെ? ആൻസർ ബെൻസീൻ റിംഗ് പറയൂ NH2 അരളി. ഓക്കെ, ബെൻസീൻ റിംഗ് NH2.
ശ്രദ്ധിക്കുക. അടുത്ത റിയാക്ഷൻ ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. ഗബ്രിയേൽ GABRIEL ഗബ്രിയേൽ താലിമൈഡ് PHTHALIMIDE ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ. ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ. ഓക്കെ, ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ ശ്രദ്ധിക്കുക. ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി അമീൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റിയാക്ഷനാണ്. പക്ഷേ അറോമാറ്റിക് പ്രൈമറി അമീൻ ഈ റിയാക്ഷൻ വഴി ഉണ്ടാക്കില്ല. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇങ്ങനെ എഴുതിക്കോ. ദിസ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് അലിഫാറ്റിക് പ്രൈമറി അമീൻസ്. എഴുതിയോ? ദിസ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് അലിഫാറ്റിക് പ്രൈമറി അമീൻസ്. ബ്രാക്കറ്റിൽ എഴുതുക എക്സാമ്പിൾ ഈഥൈൽ അമീൻ. ബ്രാക്കറ്റിൽ എക്സാമ്പിൾ ഈഥൈൽ അമീൻ എഴുതിയോ? എക്സാമ്പിൾ ഈഥൈൽ അമീൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിസ്കസ് ചെയ്തുതരാം. അതില്ലേ എക്സാമ്പിൾ ഈഥൈൽ അമീൻ. ഇനി അതിൻ്റെ കൂടെ തന്നെ എഴുതുക ഇറ്റ് ഇൻവോൾവ്സ് ദി ഫോളോയിങ് സ്റ്റെപ്സ്. ഇറ്റ് ഇൻവോൾവ്സ് ദി ഫോളോയിങ് സ്റ്റെപ്സ്. ഇനി ഞാൻ പറയുന്നത് ക്ലിയറായി മനസ്സിലാക്കിയ ശേഷം എഴുതിയാൽ മതി. ഇപ്പോൾ ഒന്നും എഴുതണ്ട. ശ്രദ്ധിക്കുക. ആദ്യം ബെൻസീൻ റിങ് ഉണ്ട്. എല്ലാവരും ബെൻസീൻ റിങ്. ഇവിടെ ഒരു CO, ഇവിടെ ഒരു CO, രണ്ട് CO, ഒന്ന് അടുത്തടുത്ത് കണ്ടില്ലേ? ഇവിടെ NH. അപ്പോൾ ഇതിനെ താലിമൈഡ് എന്ന് വിളിക്കും. എന്താ ഈ കോമ്പൗണ്ട് വിളിക്കുന്ന പേര്? താലിമൈഡ്. ക്ലിയർ ആയില്ലേ? താലിമൈഡ്. ഇതിന് നമ്മൾ ആൽക്കഹോളിക് KOH, ആൽക്കഹോളിക് KOH അല്ലെങ്കിൽ എത്തനോളിക് KOH. എത്തനോളിൽ KOH ഡിസോൾവ് ചെയ്ത എത്തനോളിക് KOH നമ്മൾ അറിയാലോ. ആൽക്കഹോളിൽ KOH ഡിസോൾവ് ചെയ്ത വളരെ സ്ട്രോങ് ആയ ബേസാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ NHൻ്റെ തൊട്ടടുത്ത് 2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് CO ഗ്രൂപ്പ് ഈ H പെട്ടെന്ന് H+ ആയിട്ട് മാറും. മനസ്സിലായോ? കാരണം ഈ H+ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മൈനസ് ചാർജുള്ള N- സ്റ്റേബിൾ ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ H+ഉം ഈ OH- വാട്ടറാവും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ബെൻസീൻ റിങ് CO N-K+. അങ്ങനെ എഴുതണം. CO N-K+. ഇതിനെ പൊട്ടാസ്യം താലിമൈഡ് എന്ന് വിളിക്കും. പൊട്ടാസ്യം താലിമൈഡ്. പൊട്ടാസ്യം താലിമൈഡ്. ഓക്കെ, പൊട്ടാസ്യം താലിമൈഡ്. ക്ലിയർ ആയോ? ഇനി ഈ പൊട്ടാസ്യം താലിമൈഡ് അടുത്ത സ്റ്റെപ്പിൽ പൊട്ടാസ്യം താലിമൈഡ് ഞാൻ ഇവിടെ വരക്കുന്നുണ്ട്. ബെൻസീൻ റിങ് CO N-K+. കണ്ടില്ലേ? ഇത് നമ്മൾ ഒരു ആൽക്കൈൽ ഹാലൈഡുമായി റിയാക്ട് ചെയ്യും. നമുക്ക് ഏത് അമീനാണ് ഉണ്ടാക്കേണ്ടത്? ഇപ്പം എക്സാമ്പിൾ ഈഥൈൽ അമീൻ. അപ്പോൾ ഈഥൈൽ ക്ലോറൈഡോ ബ്രോമൈഡോ അയോഡൈഡോ നല്ലത്. ഞാൻ ഇപ്പോൾ ക്ലോറൈഡ് എഴുതിയിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ. ഏത് ഈഥൈൽ അമീനാണ് ഈഥൈൽ ക്ലോറൈഡ്, പ്രൊപ്പൈൽ അമീനാണ് പ്രൊപ്പൈൽ ക്ലോറൈഡ്, അങ്ങനെ എടുക്കുക കേട്ടോ. ഈ Kയും ഈ Cl കൂടെ എന്താവും? KCl പോട്ടെ, -KCl. അപ്പോൾ ഈ Nൻ്റെ കൂടെ ഈഥൈൽ ഗ്രൂപ്പ് കമ്പൈൻ ചെയ്യും. ഇതൊരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഏതാണ്ട് ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ N- ഇവിടെ അറ്റാക്ക് ചെയ്യും. ഉണ്ടോ? ഇതിങ്ങോട്ട് ഓർമ്മയില്ല നമ്മളെ SN2 റിയാക്ഷൻ. അപ്പോൾ ഇതാ അറ്റാക്ക്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് സംഭവിക്കും ബെൻസീൻ റിങ് CO ഇവിടെ N, ഇവിടെ ഈഥൈൽ ഗ്രൂപ്പ് വരും. നമ്മളിതിനെ പൊതുവേ N ആൽക്കൈൽ താലിമൈഡ് എന്ന് പറയും. N നൈട്രജൻ്റെ ആൽക്കൈൽ ഗ്രൂപ്പ്. ഇവിടെ N ഈഥൈൽ താലിമൈഡ് എന്ന് എഴുതാം. കാരണം ആൽക്കൈൽ ഗ്രൂപ്പ് ഏതായതുകൊണ്ട്? ഈഥൈൽ ആയതുകൊണ്ട്. ഓക്കെ, N ഈഥൈൽ താലിമൈഡ്. ഇനി ഇത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പം ശ്രദ്ധിക്കുക H2O bar H+ എന്ന് എഴുതിയാൽ മതി. H2O bar H+ എഴുതണ്ട, NaOH എഴുതാം കേട്ടോ. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ ശ്രമിക്കുന്നത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് വാട്ടറിൽ H ഇവിടെ വരും, OH ഇവിടെ വരും, H ഇവിടെ വരും, OH ഇവിടെ വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? C2H5 NH2 കിട്ടും. പ്ലസ് ഇനി ഇത് COOH ആവും, ഇത് COOH ആവും. പക്ഷെ ഇവിടെ NaOH ഇല്ലേ? അപ്പോൾ COOH ഉള്ളത് NaOH ഉള്ളത് കൊണ്ട് അത് CONA ആവും, ഇത് CONA ആവും കേട്ടോ. ആസിഡ് ഉപയോഗിക്കാത്ത കാരണം ഈ ഈഥൈൽ അമീൻ ബേസിക് ആണ്.
അപ്പോൾ ബേസിക് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ആ ഈഥൈൽ അമീൻ സോൾട്ടായി മാറും. അതുകൊണ്ടാണ് ഞാൻ അവിടെ ബേസായ NaOH ഉപയോഗിച്ചത് കേട്ടോ. ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇറ്റ് ഇൻവോൾവ്സ് ദി ഫോളോയിങ് സ്റ്റെപ്സ് എന്നല്ലേ എഴുതിയത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്നാമത്തെ സ്റ്റെപ്പ് പൊട്ടാസ്യം താലിമൈഡിനെ പൊട്ടാസ്യം താലിമൈഡാക്കി മാറ്റുക ആൽക്കഹോളിക് KOH ഉപയോഗിച്ചിട്ട്. ഞാനിവിടെ എത്തനോളിക് KOH എഴുതിയാണ്, കുഴപ്പമില്ല. ആ പൊട്ടാസ്യം താലിമൈഡിനെ N-ആൽക്കൈൽ താലിമൈഡ് ആക്കുക. കണ്ടില്ലേ, N-ആൽക്കൈൽ താലിമൈഡ്, എന്നിൽ ഈഥൈൽ ഗ്രൂപ്പ് വന്നിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ്. പിന്നെ അത് ഹൈഡ്രോളൈസ് ചെയ്യുക. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഏത് അമീൻ കിട്ടും? പ്രൈമറി അമീൻ കിട്ടും. ഈഥൈൽ അമീൻ ആണെങ്കിൽ ഈഥൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുക, പ്രൊപ്പൈൽ അമീൻ ആണെങ്കിൽ പ്രൊപ്പൈൽ ക്ലോറൈഡ്, അങ്ങനെ പോകും. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയോ? ഐസോപ്രൊപ്പൈൽ അമീൻ ആണെങ്കിൽ ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുക, ക്ലോറൈഡ് ബ്രോമൈഡ് അല്ലെങ്കിൽ അയോഡൈഡ്. ക്ലിയർ ആയോ? ഇത്രയും മനസ്സിലായോ? അപ്പോൾ എഴുതിക്കോ, ഇറ്റ് ഇൻവോൾവ്സ് ദി ഫോളോയിങ് സ്റ്റെപ്സ് എഴുതില്ലേ. എന്നിട്ട് ഒന്ന് എഴുതുക. ഒന്ന് കൺവേർഷൻ ഓഫ് താലിമൈഡ് ഇൻറ്റു PHTHALIMID താലിമൈഡ് ഇൻറ്റു പൊട്ടാസ്യം താലിമൈഡ്. conversion of thalamide into potassium thalamide by the action of alcoholic KOH. By the action of alcoholic KOH. എന്നിട്ട് ഇക്വേഷൻ എഴുതാം. ബെൻസീൻ റിങ് COCONH എഴുതിയില്ലേ? ബെൻസീൻ റിങ് COCONH, താഴെ താലിമൈഡ്. ഏറോ മാർക്കിൻ്റെ മുകളിൽ എത്തനോളിക് KOH എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ആൽക്കഹോൾ ആയി മതി, എത്തനോൾ തന്നെ വേണം നിർബന്ധമില്ല. അതുകൊണ്ട് ആൽക്കഹോളിക് KOH തന്നെ എഴുതിക്കോ, ആൽക്കഹോളിക് KOH. അതില്ലേ എന്താ സംഭവിക്കുന്നത്? ഈ എച്ചും ഈ OH ബേസും തമ്മിൽ വാട്ടർ ആവും. അപ്പോൾ ഇവിടെ N - K+ വരും. ഒരിക്കലും NK എന്ന് എഴുതാൻ പാടില്ല, കാരണം N എന്താണ്? P ബ്ലോക്ക്, KO S ബ്ലോക്കും P ബ്ലോക്കും തമ്മിൽ ബോണ്ട് അയോണിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടത്? പറയൂ. ബെൻസീൻ റിങ് CON-K+, അതിനെ പൊട്ടാസ്യം താലിമൈഡ് എന്ന് പറയും. എന്താ പറയുക? പൊട്ടാസ്യം താലിമൈഡ്. ഇനി രണ്ട് യെസ്, കൺവേർഷൻ ഓഫ് പൊട്ടാസ്യം താലിമൈഡ് ഇൻറ്റു എഴുതിയോ? പൊട്ടാസ്യം താലിമൈഡ് ഇൻറ്റു N-ആൽക്കൈൽ താലിമൈഡ് എഴുതിയോ? N-ആൽക്കൈൽ N-ആൽക്കൈൽ താലിമൈഡ് ബൈ ദി ആക്ഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് followed by hydrolysis എഴുതിയോ? എന്നിട്ട് ഇക്വേഷൻ എഴുതുക. ബെൻസീൻ റിങ് CON-K+ പ്ലസ് C2H5Cl ഇല്ലേ? ഇതൊരു SN2 റിയാക്ഷൻ ആണ്, അതുകൊണ്ട് ഞാൻ SN2 എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, C2H5Cl ഏറോ മാർക്കിന് മുകളിൽ എഴുതിയാൽ മതി. ഇത് KCl റിമൂവ് ചെയ്ത് എഴുതാം, ഇനി ഒന്നും എഴുതിയിട്ടും കുഴപ്പമില്ല. പ്രോഡക്റ്റ് പറയൂ. ബെൻസീൻ റിങ് വരച്ചില്ലേ? ബെൻസീൻ റിങ് CO മേലെ CO താഴെ CO, പിന്നെ N സിംഗിൾ ബോണ്ട് N C2H5. ആ N C2H5 സാധാരണ സിംഗിൾ ബോണ്ട് തന്നെ എഴുതാം. എന്താ കാരണം? N-ഉം കാർബണും രണ്ടും P ബ്ലോക്കാണ്. രണ്ട് P ബ്ലോക്ക് എലമെന്റ് തമ്മിലുള്ള ബോണ്ട് കോവാലൻ്റ് ആണ് കേട്ടോ. അപ്പോൾ N C2H5. അതിൻ്റെ താഴെ N-ഈഥൈൽ താലിമൈഡ് നൽകുക, N-ഈഥൈൽ താലിമൈഡ്. എന്നിട്ട് എറോ മാർക്കിൻ്റെ മുകളിൽ H2O(NaOH) എഴുതുക, H2O(NaOH). രണ്ട് മോളിക്കൂൾ വാട്ടർ വരിക്കുക. ഒരു വാട്ടറിലത്തെ H N-ൽ വരും, OH CO-ൽ വരും. മറ്റേ വാട്ടറിലത്തെ H N-ൽ വരും, OH CO-ൽ വരും. ഇത് COOH രണ്ട് COOH ആവുമെങ്കിലും NaOH-ൻ്റെ പ്രസൻസിൽ CONA ആവും. ആസിഡ് എഴുതാത്തതിന് കാരണം ഈ ഉണ്ടാകുന്ന ഈഥൈൽ അമീൻ ബേസിക് ആണ്, അത് ആസിഡുമായി റിയാക്ട് ചെയ്യും, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത് എഴുതുക C2H5NH2 പ്ലസ് ബെൻസീൻ റിങ് CONA സിംഗിൾ ബോണ്ട് CONA. ഒരു ബെൻസീൻ റിങ് വെച്ചിട്ട് രണ്ട് CONA രണ്ടും അടുത്തടുത്തായിട്ട് ഓർത്തോ പൊസിഷനിൽ എഴുതുക. ഓക്കെ, അടുത്ത പോയിന്റ് എഴുതുക എല്ലാവരും. അടുത്ത പോയിന്റ് എഴുതുക. ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് cannot be used for the preparation of aromatic primary amines.
അല്ലേ? അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. അറോമാറ്റിക് പ്രൈമറി അമീനായ അനിലിനാണ് കിട്ടേണ്ടതെങ്കിൽ ഇതാണ് റിയാക്ഷൻ നടക്കേണ്ടത്. ഏത് ഈ ബെൻസീൻ റിംഗ് സി എൽ ആണ് ഉള്ളത്. താലിമൈഡ് അയോൺ ഇതല്ലേ, താലിമൈഡ് അയോൺ CO പിന്നെയോ N-, ഇതാണ് താലിമൈഡ് അയോൺ. ഈ താലിമൈഡ് അയോൺ മാറ്റി വരക്കുക, N-, കണ്ടില്ലേ? ഇത് ഇപ്പോൾ അറൈൽ ഹാലൈഡായ ക്ലോറോബെൻസീനാണ് നമ്മൾ എഴുതിയതെങ്കിൽ കണ്ടില്ലേ, ഈ താലിമൈഡ് അയോൺ ഈ ഹാലജൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പറ്റില്ല, അവിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അത്ര വലിയൊരു ന്യൂക്ലിയോഫൈലാണിത് കേട്ടോ. മാത്രമല്ല അറൈൽ ഹാലൈഡ് SN2 റിയാക്ഷൻ നടക്കില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? അപ്പോൾ എഴുതിക്കോ, ദിസ് ഈസ് ബിക്കോസ് അറൈൽ ഹാലൈഡ് do not undergo nucleophilic substitution with thalamide ion. Nucleophilic substitution with thalamide ion. ഇനി അടുത്തത് അമോണോളിസിസ്. അമോണോളിസിസ് AMMONOLYSIS അമോണോളിസിസ്. ഓക്കെ, എന്നിട്ട് എഴുതേണ്ടത് അമോണോളിസിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് റിയാക്ഷൻ. ഒരു ആൽക്കൈൽ ഹാലൈഡ് RX അല്ല, ആൽക്കൈൽ ഹാലൈഡ് ഇത് ആൽക്കഹോളിക് അമോണിയ ആയിട്ട് ചൂടാക്കുക. ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് അമോണിയ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിൽ അമോണിയ ഡിസോൾവ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അമോണിയ ഞാൻ ആൽക്കഹോളിക് അമോണിയ എന്ന് പറഞ്ഞതേ ഉള്ളൂ, അത് ബോർഡിൽ എഴുതുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, RX അമോണിയയെ ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതാ ഈ NH3 എന്ത് ചെയ്യും? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാ. ഞാൻ ഈ NH3യെ ഒരു കാര്യം ശ്രദ്ധിക്കുക, SN2 റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ NH3 ആദ്യം എഴുതാം, കാരണം ബാക്ക് സൈഡിലല്ലേ അറ്റാക്ക് ചെയ്യലൂ. പ്ലസ് RX എന്ന് എഴുതാം. ഈ ലോൺ പെയറിൽ NH3 ഇത് ഈ ആൽക്കൈൽ കാർബണിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ ഹാലജൻ അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക പറഞ്ഞേ? RNH3 പ്ലസും RNH3 പ്ലസ് X- കിട്ടും. കണ്ടില്ലേ? അത് വീണ്ടും അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഞാനത് കൺക്ലൂഡ് ചെയ്ത് എഴുതി തരാം. ഈ RNH3 പ്ലസ് X- HX റിമൂവ് ചെയ്യും. ഈ HXും ഈ NH3യും കൂടെ NH4X ആയിട്ട് മാറും, അമോണിയം ഹാലൈഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? RNH2 കിട്ടും. RNH2 ക്ലിയർ ആയല്ലോ? ഇനി ഇതേ റിയാക്ഷൻ RNH2 അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ലോൺ പെയർ ഉള്ളിടത്തോളം റിയാക്ഷൻ നടക്കും. അപ്പോൾ ഇത് ഇവിടെ അറ്റാക്ക് ചെയ്യും, ഇതിങ്ങോട്ട് പോവും. എഗെയിൻ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയം ഹാലൈഡ് റിമൂവ് ചെയ്യും. നമുക്ക് ഏത് കിട്ടും? R2NH കിട്ടും. ഞാൻ ഒരുമിച്ച് എഴുതിയിട്ടുണ്ടേ. ഇനി നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മതി, ഈ R2NH വീണ്ടും ഏത് അടുത്ത മോളിക്യൂൾ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇതാ R2NH വീണ്ടും അടുത്ത മോളിക്യൂൾ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഇവിടെ ലോൺ പെയർ ഉണ്ട്, ഇത് അറ്റാക്ക് ചെയ്യും, ഇതിങ്ങോട്ട് പോവും. എഗെയിൻ അമോണിയ ഹാലൈഡ് റിമൂവ് ചെയ്യും, -NH4X ആയി R3N ആവും. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ആവുമെന്ന് വിചാരിക്കേണ്ട, കാരണം R3Nൽ ലോൺ പെയർ ഇല്ലേ, അപ്പോൾ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാം. RX മെക്കാനിസം പോയിന്റ് ഓഫ് വ്യൂലൊന്നും ആവശ്യമില്ല, പക്ഷെ നമ്മൾ പിന്നീട് ഈ റിയാക്ഷൻ പറയാത്തതുകൊണ്ട് ഇപ്പം തന്നെ അതിൻ്റെ ലെവൽ കൂട്ടി പറയാം കേട്ടോ. ഈ ലോൺ പെയർ ഇവിടെ അറ്റാക്ക് ചെയ്യും, ഇതിങ്ങോട്ട് പോകും. അപ്പോൾ എന്താ കിട്ടുക? അവിടെ NH3 ആവശ്യമില്ല, കാരണം അവിടെ H ഇല്ല, H എല്ലാം പോയില്ലേ. അപ്പോൾ R4N പ്ലസ് X- ആവും. R4N പ്ലസ് X- ആവും. അപ്പം നമുക്ക് ഈ റിയാക്ഷനെ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? RNH2 പ്ലസ് NH3, RNH2 അല്ല സോറി, RX പ്ലസ് NH3, RX പ്ലസ് NH3 ക്ലിയറല്ലേ? ഹീറ്റ് നിങ്ങൾക്ക് എമൗണ്ട് ഒന്നും എഴുതണ്ട, ബാലൻസും ചെയ്യണ്ട. പറഞ്ഞാൽ എന്തെല്ലാം പ്രോഡക്റ്റ് കിട്ടി? RNH2 എന്ന് പറഞ്ഞാൽ പ്രൈമറി അമീൻ പ്ലസ്
R2NH. R2NH എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി അമീൻ. പ്ലസ് R3N. എന്താ R3N? ടേഷ്യറി അമീൻ. പ്ലസ് R4N പ്ലസ് എക്സ് മൈനസ്. അതിൻ്റെ പേര് ക്വാട്ടേർണറി അമോണിയം ഹാലൈഡ്. ക്വാട്ടേർണറി അമോണിയം ഹാലൈഡ്. മനസ്സിലായല്ലോ? ഇത്രയും പ്രോഡക്റ്റ് കിട്ടും. ഒരുമിച്ച് ഇങ്ങനെ എഴുതിയാൽ മതി. കേട്ടില്ലേ? സ്റ്റെപ്പായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെ കാർബൺ ഹാലജൻ ബോണ്ടിനെ അമോണിയ ഉപയോഗിച്ചിട്ട് ക്ലീവേജ് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. ആ റിയാക്ഷൻ എന്ത് വിളിക്കും? അമോണോളിസ്. കേട്ടോ? അപ്പോൾ എല്ലാവരും എഴുതിക്കോ. ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് എന്നർത്ഥം. ക്ലീവേജ് ഓഫ് കാർബൺ ഹാലജൻ ബോണ്ട് by using ammonia is called ammonolysis. Carbon halogen bond by using ammonia is called ammonolysis. When an alkyl halide is heated with ammonia, nucleophilic substitution, alcoholic solution ammonia देखो, heat with alcoholic solution of ammonia, alcoholic solution of ammonia, nucleophilic substitution takes place to form a mixture of primary amine, secondary amine, tertiary amine and primary amine, secondary amine, tertiary amine and quaternary ammonium halide. എഴുതിയോ? ഇനി ഇത് കംപ്ലീറ്റ് എഴുതണമെന്നില്ല. ഇത് നേരത്തെ എഴുതി വെച്ചതല്ലേ, അത് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഇനി കൺക്ലൂഡ് ഇക്വേഷൻ ചെയ്യാം. RX പ്ലസ് NH3 ഏറോ മാർക്കുള്ള ഹീറ്റ് എഴുതിയോ? എന്നിട്ട് എഴുതുക RNH2 പ്ലസ് R2NH പ്ലസ് R3N പ്ലസ് R4N പ്ലസ് എക്സ് മൈനസ്. ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതാം. എക്സാമ്പിൾ C2H5Cl പ്ലസ് NH3. Cl Br ആയിട്ട് ഏതും NH3 ഹീറ്റ്. പ്രോഡക്റ്റ് പറഞ്ഞേ. C2H5NH2 ഈതൈൽ അമീൻ, അതായത് പ്രൈമറി, പ്ലസ് C2H5 ട്വൈസ് NH ഡൈ ഈതൈൽ അമീൻ, അതായത് സെക്കൻഡറി അമീൻ, പ്ലസ് C2H5 ത്രൈസ് N ട്രൈ ഈതൈൽ അമീൻ അല്ലെങ്കിൽ ടേഷ്യറി അമീൻ, പ്ലസ് C2H5 4 times N plus Cl minus ടെട്രാ ഈതൈൽ അമോണിയം ക്ലോറൈഡ്. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. അമോണോളിസ് അമീൻസ് ഉണ്ടാക്കാനുള്ള ഒരു നല്ല മെത്തേഡല്ല. എന്താ കാരണം? കാരണം നമുക്ക് ഒറ്റൊരു അമീൻ മാത്രമായി കിട്ടുന്നില്ല. മനസ്സിലായതേ? നമുക്കൊരു മിക്സർ അല്ലേ കിട്ടുന്നത്, അതിൽ നിന്ന് അതിനെ വേർതിരിക്കുക ബുദ്ധിമുട്ടാണ്. കേട്ടോ? അപ്പോൾ എല്ലാവരും എഴുതിയേ. അമോണോളിസിസ് ഈസ് നോട്ട് എ സ്യൂട്ടബിൾ മെത്തേഡ് for the preparation of amines. This is because a mixture of amines, a mixture of products is formed. A mixture of products is formed by the reaction between alkyl halide and ammonia
എ മിക്സ്ചർ ഓഫ് പ്രോഡക്ട്സ് ഈസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് അമോണിയ which is difficult to separate. ഇനി ഈ അമോണോളിസിനെ കുറച്ചെങ്കിലും ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാക്കി മാറ്റണമെങ്കിൽ ഇത് ചെയ്താൽ മതി. അതായത് എഴുതല്ലേ, C2H5Cl അല്ലേ ഈഥൈൽ ക്ലോറൈഡ്, ഇത് അമോണിയ ചേർത്ത് ചൂടാക്കുക. പക്ഷേ ഇവിടെ അമോണിയ എക്സസ് എടുക്കുക, അമോണിയ എന്ത് ചെയ്യുക, എക്സ് എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് C2H5NH2 മേജർ പ്രോഡക്റ്റായി കിട്ടോ. വളരെ കുറച്ച് മാത്രമേ മൈനർ പ്രോഡക്റ്റ് കിട്ടൂ. അതുകൊണ്ട് വേണമെങ്കിൽ ഈഥൈൽ അമീൻ ഉണ്ടാക്കാൻ ഈ റിയാക്ഷൻ ഉപയോഗിക്കുക. മനസ്സിലായോ? പക്ഷെ നിങ്ങൾ ഏത് അധികം എഴുതണം? അമോണിയ. എന്നാൽ നിങ്ങൾ C2H5Cl ആണ്, ആൽക്കൈൽ ഹാലൈഡ് ആണ് അധികം എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അമോണിയ ചേർത്ത് ചൂടാക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് മേജർ പ്രോഡക്റ്റ് ക്വാട്ടർണറി അമോണിയം ഹാലൈഡ് ആണ്. അതായത് ഇവിടെ C2H5 4 times N+Cl ലാസ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിലോ, when an alkyl halide is heated with excess of ammonia, when alkyl halide is heated with the excess of ammonia, the major product is primary amine. എക്സാമ്പിൾ എഴുതുക. C2H5Cl plus NH3 താഴെ എക്സസ്, ഹീറ്റ് എഴുതുക. C2H5NH2 താഴെ മേജർ പ്രോഡക്റ്റ്. ഇനി when ammonia is heated with excess of alkyl halide, when ammonia is heated with excess of alkyl halide, the major product is quaternary ammonium halide. Example, C2H5Cl plus NH3. C2H5Cl plus NH3 ഏറോ മാർക്കിൻ്റെ മുകളിൽ ഹീറ്റ് എഴുതുക. ഹീറ്റ് C2H5 4 times N+Cl minus. C2H5 4 times N+Cl minus. താഴെ ടെട്രാ ഈഥൈൽ അമോണിയം ക്ലോറൈഡ് എഴുതുക. ടെട്രാ ഈഥൈൽ അമോണിയം ക്ലോറൈഡ്. ഓക്കെ.